നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ക്ലോസ് എൻകൗണ്ടർ. വളരെ നന്ദി ശ്രീ കാനം രാജേന്ദ്രൻ. ഇടതു മതനിരപേക്ഷത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. ഭൂരിപക്ഷ സമുദായം അങ്ങനെ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഇല്ല, നമ്മൾ ഓരോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്നത് എല്ലാ പാർട്ടികൾക്കും മുന്നണികൾക്കും നല്ലതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഒരു രാഷ്ട്രീയത്തിലൊരു അനുഭവം ഉണ്ടായാൽ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കുകയും അതിന് കറക്ഷൻ വരുത്തുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അത് ആ അഭിപ്രായം വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇന്ത്യയിൽ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അതിനുവേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് CPI. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസും പാസ്സാക്കിയ രാഷ്ട്രീയ പ്രമേയവും എല്ലാം അതുതന്നെയാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ അതേ സാഹചര്യങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിന് ആ സാഹചര്യങ്ങൾ ഊന്നി നിൽക്കുമ്പോഴും കേരള സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയണം. 2001 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നത് 56%. എന്നാലിപ്പോൾ 2011 കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ക്രിസ്ത്യൻ, മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ എന്ന് നമുക്ക് പൊതുവിൽ പറയാം, അവർ ചേരുമ്പോൾ 50%-ലധികമാകും. അനൗദ്യോഗിക കണക്കുകളാണ് 52% വരെ വരും എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു സമൂഹത്തിൽ നാം സ്വീകരിക്കുന്ന സമീപനങ്ങൾ, നാം എടുക്കുന്ന അപ്രോച്ച്, അതൊരു സാമൂഹ്യ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും ചുമതലയുണ്ട്. അത് ഇടതുപക്ഷവും അത് പരിശോധിക്കണം. കാരണം ഇടതുപക്ഷം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുമ്പോഴും അത് ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് മറുഭാഗത്ത് ഒരു സംഘം ആളുകൾ. അപ്പോൾ അതിന് ഇട കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ സമീപനങ്ങളിൽ മാറ്റം വരുത്തണോ? അതൊരു ഓപ്പൺ ഡിസ്കഷൻ വേണം. അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ എന്ന സംശയം ഉണ്ടാകാൻ കാരണം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ ഈ എപ്പോഴും ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം നൽകുന്നു അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറുഭാഗത്ത് സംശയങ്ങൾ ഉയരാം. അപ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെ ആ സംശയത്തിൻ്റെ നിഴലിലേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്യണം, നമ്മളത് മനസ്സിലാക്കി നമ്മുടെ നിലപാടുകൾ, സമീപനങ്ങൾ, പൊതുവായ നിലപാടുകൾ എന്താണെങ്കിലും ഭൂരിപക്ഷത്തിന് വേണ്ടിയും സംസാരിച്ചു തുടങ്ങണമെന്നാണ്. അതായത് ഹിന്ദു സമുദായത്തിന് വേണ്ടിയും സംസാരിച്ചു തുടങ്ങണമെന്നാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നല്ല, അതൊരു ജീവിത രീതിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഹിന്ദു. ന്യൂനപക്ഷ സംരക്ഷണവും ന്യൂനപക്ഷ പ്രീണനവും രണ്ടാണ്. ന്യൂനപക്ഷ സംരക്ഷണം ഇടതുപക്ഷം ആ സംരക്ഷണത്തിന് വേണ്ടി ബാബറി മസ്ജിദിൻ്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഞങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ന്യൂനപക്ഷ പ്രീണനം. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടാകുന്നതാണ് ഇടതുപക്ഷത്തിന് ഉള്ള പ്രശ്നം. ഉമ്മൻചാണ്ടി എന്താണ് ന്യൂനപക്ഷ പ്രീണനം? എന്തെല്ലാം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നു? ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടിക പരിശോധിക്കും, എങ്ങനെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് മനസ്സിലാക്കാം. അല്ല, അത് LDF ചെയ്യാറില്ലല്ലോ. LDF ചെയ്തിട്ടില്ലേ? വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടോ? LDF ചെയ്തിട്ടില്ലേ? LDF ഇത്തരം കാര്യങ്ങളോടും ചിലപ്പോൾ ഉദാരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ജനങ്ങളുടെ വിമർശനമുള്ളത്. LDF സർക്കാരുകൾ വന്ന ഘട്ടത്തിൽ ന്യൂനപക്ഷ പ്രീണനം ചെറിയ തോതിലാണെങ്കിൽ തന്നെയും LDFൻ്റെ ഇല്ല, പ്രീണനം എന്ന് വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. LDFൻ്റെ കാലത്തും ഇത്തരം സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നമ്മളെടുത്ത നിലപാടുകൾ, അതായത് ജാതി സംഘടനകളെ, ഇപ്പോൾ SNDP യോഗത്തിന് കുറേ സ്കൂളുകൾ, ക്രിസ്ത്യൻ സംഘടനകൾ ചോദിക്കുമ്പോൾ കുറേ സ്കൂളുകൾ എന്ന നിലയിൽ UDFനെ മാതൃകയാക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു രീതി. അതിൻ്റെ ഏറിയും കുറഞ്ഞും അതിൻ്റെ ഇതൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതൊന്നും ഇനി പാടില്ല. എന്നാൽ അതൊക്കെ കൊണ്ടൊക്കെയാണ് ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് ആളുകൾ പറയുന്നു. അതൊക്കെ നമ്മൾ തിരുത്തണം. ഭൂരിപക്ഷത്തിനും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും സമാനമായ വിധത്തിൽ ഹിന്ദുക്കൾക്ക് സ്കൂളില്ല എന്നുള്ളൊരു പരാതി, ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നുള്ള നിലയിലാണ് ഒരു കാര്യം ചെയ്തു. ഇതിൻ്റെ ഒരു കണക്ക് റിപ്പോർട്ടർ TV തന്നെ അതൊന്ന് സംഘടിപ്പിച്ച് പ്രസിദ്ധീകരിക്കും. നമുക്ക് എല്ലാ സമൂഹത്തിനാകെ ഒരു അറിവുണ്ടാകട്ടെ.
എത്ര സ്കൂളുകളുണ്ട്, ഓരോ സമുദായങ്ങൾക്കും എത്ര സ്കൂളുകളുണ്ട്, അത് ഏതൊക്കെ കാലത്ത് കിട്ടിയതാണ്, ഇതൊക്കെ ഒന്ന് പറയൂ. ഇതുപോലെ സമൂഹത്തിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന നിരവധിയായ നടപടികൾ ഏത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുന്നതാണ് BJPയുടെ പ്രചരണങ്ങൾക്ക് ശക്തി കൂടാൻ കാരണം. അതുകൊണ്ട് അത് പറയണം. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എന്ന് നോക്കാതെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ സജീവമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ജനപക്ഷ പാർട്ടിയായിട്ട് നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ ഒരു സ്ഥിതിവിശേഷമുണ്ടാകുന്നു, ഒരു വർഗീയ കലാപമുണ്ടാകുന്നു. ആ വർഗീയ കലാപത്തിൽ CPM ആയാലും CPI ആയാലും ഇതുവരെ ചെയ്തു പോന്നിരുന്നത് ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുക, മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, അതിൻ്റെ കാര്യകാരണങ്ങൾ വിവച്ഛേദിച്ച് മനസ്സിലാക്കി അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തി അതിനൊപ്പം നിൽക്കണമെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കുന്ന പാർട്ടികളാണ്. ഈ രണ്ട് വർഗീയതയെയും എതിർത്തുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് വർഗാടിസ്ഥാനത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കാണുന്ന ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ സർവമത സൗഹാർദ്ദമല്ല. വർഗീയ സംഘർഷം അവിടെ മാറ്റിവെക്കാം. ഒരു സംവരണ വിഷയം വരുമ്പോൾ, ഇപ്പോൾ വർഗീയ സംഘർഷമാണ് ഒന്നാമത്തെ വിഷയമെങ്കിൽ സംവരണമാണ് ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം. അപ്പോൾ സംവരണ വിഷയം വരുമ്പോൾ അതിലൊക്കെ തന്നെയും ഇനി ഭൂരിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൻ്റെ താല്പര്യം ഹനിക്കപ്പെടുന്നുണ്ടോ എന്നെങ്കിലും ഇടതുപക്ഷം നോക്കേണ്ടി വരും. അല്ല, നിശ്ചയമായിട്ടും ഭരണഘടന നൽകുന്ന ന്യൂനപക്ഷത്തിന് നൽകുന്ന എല്ലാ സംരക്ഷണങ്ങളും തുടരുക തന്നെ വേണം. അവരുടെ മതം, അത് മതവിശ്വാസം പ്രചരിപ്പിക്കാൻ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു മേഖല. അതേപോലെ തന്നെ സംവരണം, ഇതൊക്കെ ഉള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതേപോലെ തന്നെ CPIയുടെ നേതാവായിരുന്ന ഇന്ദ്രജിത് ഗുപ്തയാണ് ഭൂരിപക്ഷ സമുദായത്തിലെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു സംവരണം ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രമേ പാർട്ടിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. മതനിരപേക്ഷത എന്നുള്ളത് ന്യൂനപക്ഷ എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? മതനിരപേക്ഷത ന്യൂനപക്ഷ പ്രീണനമാകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അക്കാര്യത്തിൽ ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾക്ക് സ്വാഭാവികമായും പ്രചരണങ്ങൾ ഉണ്ടാകുമ്പോൾ പറയാൻ കഴിയില്ല. സ്വാഭാവികമായും ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു ചെറിയ ശതമാനമാണ് ഇതിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവർ. പക്ഷേ അവർ നോക്കുമ്പോൾ, എനിക്ക് ചുറ്റുമുള്ള ഒരു സമൂഹത്തെ നോക്കുമ്പോൾ, അവൻ്റെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ശരിയില്ലേ എന്ന് അവർ സംശയിക്കാൻ ഇടയുണ്ട്. ആ സംശയം പോലും ഉണ്ടാകാത്ത വിധത്തിൽ വ്യക്തമായി ക്ലിയറായി ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് പോകും. കാനം രാജേന്ദ്രൻ, യഥാർത്ഥത്തിൽ BJP കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം തന്നെയാണോ താങ്കളിൽ നിന്നിപ്പോൾ വരുന്നത്? ഇങ്ങനെ പറയാം അതിനെ, കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ, ഇടതുപക്ഷ പാർട്ടികളായിക്കൊള്ളട്ടെ, മുസ്ലിംകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്. ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദുവാദികൾ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അമ്പലം പണിയുന്നു, ഞങ്ങൾ ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നു എന്ന് ഇതുവരെ പറഞ്ഞ് എന്താണ് ഹിന്ദു താല്പര്യം? ഹിന്ദു താല്പര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണമല്ല എന്നുള്ളത് നമ്മൾ ഈ സംഘപരിവാറിൻ്റെ നിരന്തര പല്ലവി ഉണ്ടല്ലോ, ആ നിരന്തര പല്ലവിയിൽ നിന്ന് പറഞ്ഞു പഠിച്ചത് അതാണോ ഇപ്പോൾ കാനം രാജേന്ദ്രൻ? ഞങ്ങൾ RSSനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഇന്ത്യയിലെ ഫാസിസത്തിന് വരാനുള്ള വഴി RSS വഴിയാണ് എന്ന് ഞങ്ങൾ നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട്. ആ ഫാസിസത്തിൻ്റെ വരവിന് ഭൂരിപക്ഷ സമുദായത്തെ ആകെ അതിന് പിന്തുണ നൽകുന്നതാക്കി മാറ്റാൻ അവർ ശ്രമിക്കുമ്പോൾ അതിനെ അവരുടെ ശക്തിയും അതിന് അവർക്കുള്ളിലേക്ക് വെളിച്ചം പകർന്നു കൊടുത്ത് അവരുടെ പിന്തുണ കുറയ്ക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണയോടുകൂടി യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കി എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായ നീതി ലഭ്യമാകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അതാണല്ലോ ഞങ്ങളുടെ ആത്യന്തികമായ സങ്കല്പം. പക്ഷേ എങ്കിൽ തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരികെ വരികയാണ്. 1980കളിൽ തുടങ്ങി 2014 വരെയുള്ള കാലഘട്ടത്തിലേക്ക്
ജനസംഘ് BJP-യിലേക്ക് എത്തുമ്പോൾ അവരുടെ നിരന്തര പ്രചാരണമുണ്ടായിരുന്നു. മുസ്ലിം പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം, ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ മതേതര പാർട്ടികൾ ശ്രമിക്കുന്നത് എന്ന്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു വിരുദ്ധ വാക്കായി പോലും ഉപയോഗിച്ചെടുക്കാൻ സംഘപരിവാറിന് സാധിച്ചു. അങ്ങനെയുള്ള ആ ഗീബൽസ്യൻ പ്രചരണത്തിന് ഇപ്പോൾ ശ്രീ കാനം രാജേന്ദ്രനും ചൂട്ടുപിടിക്കുകയാണോ എന്ന സംശയം. എന്നില്ല, ഞങ്ങൾ ആ പ്രചരണത്തിൻ്റെ അത് അടിസ്ഥാനരഹിതമെന്ന് ഇപ്പം എന്താണ് BJP-യോ അല്ലെങ്കിൽ സംഘപരിവാറോ പറഞ്ഞുകൊണ്ടിരുന്നത്? മതേതരത്വം ഒരു യൂറോപ്യൻ സങ്കല്പമാണ്. മതനിരപേക്ഷത എന്നതൊരു യൂറോപ്യൻ സങ്കല്പമാണ്. അത് നെഹ്റു കടമെടുത്തതാണ്. ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഭാരതീയ സങ്കല്പം തന്നെയാണ് എല്ലാ മതങ്ങൾക്കും തുല്യമായി ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് നമ്മുടെ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും ദേവി പ്രസാദ് ചതോപാധ്യായ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വചിന്തകന്മാർ അവരുടെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ കാനം, താങ്കൾ എത്തിയിരിക്കുന്ന നിലപാട് ഇനി മുസ്ലിങ്ങൾക്ക് കേരളത്തിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് പ്രത്യേക പ്രൊട്ടക്ഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ല ഞാൻ. പ്രത്യേക പ്രൊട്ടക്ഷൻ ഭരണഘടന നൽകുന്ന എല്ലാ സംരക്ഷണങ്ങളും ഉണ്ടാകണം സ്വാഭാവികമായും. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന നൽകുന്ന എല്ലാ പ്രൊട്ടക്ഷനും. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടല്ലോ. അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 52% മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വരുന്നു എന്ന് പറയുമ്പോൾ 48% ഹിന്ദുക്കൾ മാറുന്നു എന്നുള്ളത് ന്യൂനപക്ഷമായി ഹിന്ദുക്കളെ കാണുകയോ അല്ലെങ്കിൽ എല്ലാവരും ന്യൂനപക്ഷമായ ഒരവസ്ഥയോ എല്ലാവരും ഭൂരിപക്ഷം എന്നൊരവസ്ഥയോ സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ പ്രത്യേക പ്രൊട്ടക്ഷൻ ആവശ്യമില്ല എന്ന് ഞാൻ ഈ ഇന്ത്യൻ ഭരണഘടനയാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ ഇന്ത്യൻ ഭരണഘടനയിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ന്യൂനപക്ഷം തന്നെയാണ്. എന്നാൽ അത് ഇപ്പം മേഘാലയത്തിലാണെങ്കിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായേക്കാം. ഇന്ത്യ ആകെ അംഗീകരിക്കുന്ന ഭരണഘടനയുടെ പുറത്തുപോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മളുടെ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. നമുക്ക് ഇത് എന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ സാമൂഹ്യ നിലപാടുകൾ നമ്മൾ പുനഃപരിശോധിക്കണം എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വ്യക്തത തരാൻ കഴിയുമോ? നമ്മൾ എടുക്കുന്ന നിലപാട് നമ്മളിപ്പോൾ അതൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ആ നിലപാടുകൾ എന്തായിരിക്കണം എന്ന് വരൂ. ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരട്ടെ. എന്തിന് നമ്മൾ ഈ അഭിപ്രായം ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം വിഷയം വരുമ്പോൾ അതിൻ്റെ മെറിറ്റ് നോക്കി അത് പഠിച്ച് വേണം തീരുമാനമെടുക്കുക. അല്ലാതെ ഒറ്റയടിക്ക് കയറി മുസ്ലിമിനെ പിന്തുണയ്ക്കുകയല്ല വേണ്ടത്. ഹിന്ദു മുസ്ലിം എന്നതല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് പ്രാധാന്യം കൊടുക്കണം. ജാതിയുടെയും മതത്തിൻ്റെയും ജനങ്ങളുടെ പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാമുദായിക വിഷയം വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു ന്യൂനപക്ഷ സമുദായമാകുമ്പോൾ ആദ്യം ഇടതുപക്ഷം പ്രൊട്ടക്ഷനുമായി ചെല്ലുക ന്യൂനപക്ഷത്തിൻ്റെ അടുത്തേക്കായിരിക്കും. അതായിരിക്കരുത് എന്നുള്ളതായിരിക്കണം പുതിയ സമീപനം. ഞാൻ അങ്ങനെ ഒരു ക്ലിയറായ സന്ദേശം എൻ്റെ ആ സംഭാഷണത്തിൽ വരുന്നില്ല. അതെന്ത് എന്ന് മിനിമം പരിശോധിക്കുകയെങ്കിലും നമ്മൾ ചെയ്യണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അടിതെറ്റി വീണപ്പോഴാണല്ലോ ഇങ്ങനെയൊരു ബുദ്ധി ഇപ്പോൾ ഇടതുപക്ഷത്ത് ഉദിച്ചത്, പ്രത്യേകിച്ച് താങ്കളുടെ തലയിൽ ഉദിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകണം. ഒന്നുകിൽ ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ സംഘടിതരായ 2 പാർട്ടികളുണ്ട്, മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും, അവരെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഹിന്ദു കാർഡ് കളിക്കുക. ഇതിലേതാണ് ഉചിതം? ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കാർഡും കളിക്കുന്നതിനെക്കുറിച്ച് ഉദ്ദേശിക്കില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ കാർഡ് കളിച്ചുകൊണ്ട് തന്നെ നിൽക്കാൻ കരുത്തുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ ഇപ്പോൾ മാറ്റം പറഞ്ഞല്ലോ, ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പോൾ മാറ്റം പറഞ്ഞു. ഞങ്ങൾ ശരിയായാൽ മതി. അല്ലാതെ ആരുടെയും കാർഡ് ഞങ്ങൾ വാങ്ങിച്ച് കളിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നിലപാടുകൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും മനസ്സിലാകുന്നതാകണം. അവിടെ വളരെ സർക്കാർ വിരുദ്ധ തരംഗം അതിശക്തമായിട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ സർക്കാർ വിരുദ്ധ തരംഗത്തെ ക്യാഷ് ചെയ്യാൻ ആർക്കാണ് കഴിഞ്ഞത്? BJPക്കാണ്. കണക്ക് നോക്കുമ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് പല തരത്തിൽ ചിന്തിക്കണം, പല കാര്യങ്ങളിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. അപ്പോൾ ഈ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ഇടതുപക്ഷത്തിൻ്റെ ചോർച്ച ഉൾപ്പെടെ, ഇടതുപക്ഷത്തിൻ്റെ ഈ വോട്ടിൻ്റെ എണ്ണത്തിൽ കുറവില്ലാത്തത് കൊണ്ട് എല്ലാം അവിടെ നിന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആരും അങ്ങനെ വിശ്വസിക്കുമെന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ BJPക്ക് ഈ കാലം അത്രയും അവർക്ക് കഴിയാതിരുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ വോട്ട് ബാങ്കിലേക്ക് അവർക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നെങ്കിൽ അത് തടയേണ്ട ബാധ്യത ഇടതുപക്ഷത്തിനുണ്ട്. ഇടതുപക്ഷത്തിന് തടയുക എന്ന് പറഞ്ഞത് അണകെട്ടുകയല്ല,
അതെന്താണ് സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ശ്രമം നടത്തുക. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും പറയുന്നത് എന്താണ്? ന്യൂനപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ളത് സമ്പന്ന വിഭാഗങ്ങളാണ്, അത് സമ്പന്ന താല്പര്യം മാത്രമാണ്. ന്യൂനപക്ഷത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ അണിനിരക്കുമെന്നാണ്. ഇപ്പോൾ ശ്രീ കാനം രാജേന്ദ്രൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചറിഞ്ഞോ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരിക്കലും നമ്മളോടൊപ്പം വരാൻ പോകുന്നില്ല, അത് പ്രത്യേക ഗ്രൂപ്പുകളായി തന്നെ വ്യത്യസ്ത മുന്നണികളിൽ കിടക്കും, അതുകൊണ്ട് നമ്മൾ ഇനി ആ വോട്ട് ബാങ്ക് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ഭൂരിപക്ഷ വോട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഉദ്യോഗസ്ഥ സംവരണത്തിൻ്റെ കാര്യത്തിലും മറ്റു വിഷയങ്ങളുടെ കാര്യത്തിലും എല്ലാം ഈ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നേ നിന്നിട്ടുള്ള പാർട്ടി ലെഫ്റ്റ് തന്നെയാണ്. എല്ലാ കാലത്തും അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷ മൈനോറിറ്റിയിൽ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. ഞങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതെ, വോട്ട് ബാങ്ക് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ മതനിരപേക്ഷത എന്നുള്ളത് ന്യൂനപക്ഷ പ്രീണനമാകരുത് എന്ന നിലപാടിലേക്ക് താങ്കൾ വന്നത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്നാണ്? അല്ല, പല കാര്യങ്ങളും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ഒരു സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനം എപ്പോഴും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്ന ആളിലും ഉണ്ടാകും. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ നാം കണ്ടത് എന്താണ്? ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നില്ല എന്നു മാത്രമല്ല, ഭരണവിരുദ്ധ വികാര വോട്ടുകൾ BJPയിലേക്ക് കൂടുതലായി പോകുന്നു എന്ന പ്രവണത, അത് അപകടകരമായ അസാധാരണമായ സാഹചര്യമാണെന്ന് താങ്കൾ കാണുന്നുണ്ടോ? അസാധാരണം എന്ന് വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ അതൊരു അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയേക്കാം നാളെ. 1987 ആ 86 കാലഘട്ടത്തോടു കൂടിയാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ പാർട്ടികളുമായി സഖ്യം വേണ്ടതില്ല എന്ന് ഖണ്ഡിതമായി തീരുമാനിച്ചത്. 87 തെരഞ്ഞെടുപ്പിൽ ഹിന്ദു കാർഡ് കളിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞു, അങ്ങനെ ഭരണം പിടിച്ചെടുത്തു. പിന്നീട് 2 തെരഞ്ഞെടുപ്പുകളിലും LDF ജയിച്ചു. പക്ഷേ ആ സാഹചര്യങ്ങളിലെല്ലാം തന്നെയും ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF എന്ന നില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. UDFൻ്റെ ഭരണം ജീർണിക്കുമ്പോൾ സ്വാഭാവികമായും LDF അധികാരത്തിൽ വരിക എന്ന പ്രക്രിയ ഉണ്ടായി. 2016 വരുമ്പോൾ UDF ജീർണിച്ചാലും LDF അധികാരത്തിൽ വരില്ല എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. BJP വലിയ തോതിൽ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ പിടിച്ചെടുക്കാൻ പോകുന്നു. എങ്ങനെ നേരിടാൻ പോകുന്നു LDF? അതാണ് LDF അതിൻ്റെ ആ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് LDF അതിൻ്റെ പ്രവർത്തന സജ്ജമായി അതിൻ്റെ താഴെ തട്ടുവരെ ഐക്യം സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തനത്തിന് അതിന് വഴികളില്ല. ഒന്നുകിൽ നിങ്ങൾ മുസ്ലിം ലീഗിനെയോ കേരള കോൺഗ്രസിനെയോ അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുന്നണി ശക്തിപ്പെടുത്താനുള്ള സാഹചര്യം കേരളത്തിലുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ മുന്നണിയും സംഘടനാപരമായി ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഞങ്ങളുടെ മുന്നണി വിട്ടു പോയിട്ടുള്ള ചില കക്ഷികളുണ്ട്. അവർ ദേശീയ രാഷ്ട്രീയത്തിലുള്ള മാറ്റങ്ങളെ കണ്ടുകൊണ്ട് ഒപ്പം വരണം എന്ന അഭിപ്രായവും ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. JDUവിൻ്റെയും RSPയുടെയും കാര്യമാണ് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ JDUവും RSPയും ഇനി LDFിലേക്ക് വരുമെന്ന് നിങ്ങൾ അങ്ങ് വിചാരിക്കുന്നുണ്ടോ? പറയട്ടെ, കാലമുണ്ടല്ലോ, 6 മാസക്കാലമുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ ഒരു ദിവസം കൊണ്ടല്ലല്ലോ എല്ലാം സംഭവിക്കുന്നത്. CPI ഒരു വലിയ വിലങ്ങ് നടിയായിരുന്നു LDFിൻ്റെ വിപുലീകരണത്തിൽ എല്ലാ കാലഘട്ടത്തിലും. ഇപ്പം കരുണാകരൻ്റെ DICK രൂപീകരിച്ചപ്പോൾ കോൺഗ്രസിനെ ദുർബലമാക്കാൻ ഇതുപോലെ കിട്ടിയ ഒരു അവസരം വേറെ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് രണ്ടായി പിളർത്തിയെടുക്കാമായിരുന്നു. അന്ന് VS അച്യുതാനന്ദനോടൊപ്പം ചേർന്ന് DICK വേണ്ട എന്ന നിലപാടെടുത്തു. മുസ്ലിം ലീഗ് പല ഘട്ടങ്ങളിൽ LDF വിട്ട് വരാൻ തയ്യാറായിരുന്നു. CPI വേണ്ട എന്ന് പറഞ്ഞു. കേരള കോൺഗ്രസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരാൻ തയ്യാറായിരുന്നു, വേണ്ട എന്നുള്ള നിലപാടെടുത്തു. JDUവിൻ്റെയും RSPയുടെയും കാര്യത്തിൽ CPM അവരെ ചവിട്ടി പുറത്താക്കുമ്പോൾ നിശബ്ദമായി CPI ഇരുന്നു. അങ്ങനെ മുന്നണി വിപുലീകരണത്തിൻ്റെ കാര്യത്തിലും മുന്നണിയിലെ അപജയത്തിൻ്റെ കാര്യത്തിലും ഒന്നുകിൽ നിഷേധാത്മക നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ നിശബ്ദമായിരിക്കുകയോ ചെയ്യുന്നൊരു ഞങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. കരുണാകരനെ പോലെയുള്ള ഒരു കോൺഗ്രസ്സുകാരന് LDFിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകാൻ പറ്റിയില്ല എന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തിരിച്ചറിവുണ്ടായി. അത് ശരിയായിരുന്നു തെളിയിച്ചു. മുസ്ലിം ലീഗിന് വരാൻ താല്പര്യമുണ്ട്. മുസ്ലിം ലീഗും ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുള്ള പാർട്ടിയാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മതനിരപേക്ഷ മുന്നണിക്കകത്തേക്ക് ലീഗല്ല അതേപോലെയുള്ള കക്ഷികൾ വരുന്നത് 3 തവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. ഇപ്പോൾ എന്താണ് ജനങ്ങളുടെ വിമർശനം?
ഭരണം 5 വർഷക്കാലത്തേക്കുള്ളിൽ മാറുമ്പോൾ ഗവൺമെൻറ് മാറി എന്നല്ലാതെ നയങ്ങൾ മാറുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വ്യവസായ നയം തന്നെ ഇപ്പുറത്തും തുടരും അപ്പുറത്തും തുടരും. ഇത്തരത്തിലുള്ള ഒരു മുന്നണിയല്ല എൽ ഡി എഫിന് ആവശ്യം. എൽ ഡി എഫ് എന്ന് പറയുന്നത് ഈ നിയോ ലിബറൽ നയങ്ങൾക്കെതിരായി ഒരു ബദൽ വളർത്തിക്കൊണ്ടുവരുന്ന ജനങ്ങളുടെ ഒരു മുന്നണി. അങ്ങനെയാണെങ്കിൽ തോക്കാനും തയ്യാറാണ്. അങ്ങനെ അതൊന്നും ഞങ്ങൾ തയ്യാറാണ്. അതായത് 2016 തോൽക്കേണ്ടി വരും. ഈ പറയുന്നതൊക്കെ ഞാൻ ഏൽക്കും. ഒരു തിരഞ്ഞെടുപ്പിൽ 2016 തോറ്റാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അതുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിൽ തോക്കുന്നത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അതിൻ്റെ ആദർശമോ അവസാനിക്കുന്നില്ല. ജനങ്ങളുടെ ഒരു മുന്നണി ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവരോടൊപ്പം ആ ജനങ്ങൾ നിൽക്കും. അതാണ് ജനങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലുത്. മതത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കും പോകണം എന്ന് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജനകീയ വിഷയങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ കഴിയാതെ പോന്നിട്ടുണ്ട്. ഇല്ല, ജനകീയ വിഷയങ്ങളിൽ അധികാരത്തിന് വേണ്ടി പല ജനകീയ വിഷയങ്ങളോടും പലതരത്തിലുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകാം. കാരണം 5 വർഷം കഴിയുമ്പോൾ അധികാരത്തിലിരിക്കാൻ പോകുന്ന പാർട്ടിയാണല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മതപരമായ വേർതിരിവിൽ കുറേ വോട്ടുകൾ ഇവിടെ ധ്രുവീകരിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ജനങ്ങൾ എന്നുള്ളതില്ലേ എന്നുള്ള ശരിയായ ചോദ്യമാണ്. ആ ജനകീയ വിഷയങ്ങളിൽ യഥാർത്ഥ വേണ്ട വിധത്തിൽ ഇടപെടാൻ ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞ 5 വർഷം, ഏറ്റവും കുറഞ്ഞത് 4 വർഷം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല എന്നല്ല, വേണ്ടത്ര ഒന്ന് ചേർക്കുക. ധാരാളം സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പലതും അഡ്ജസ്റ്റ്മെന്റ് സമരമായിരുന്നു. ധാരാളം സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളുടെ താങ്കളുടെ മുൻഗാമിയാണ് പറഞ്ഞത് പലതും അഡ്ജസ്റ്റ്മെന്റ് സമരമായിരുന്നു എന്ന്. അല്ല, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഡിക്ഷണറിയിലുള്ള ഒരു പദമാണ്. അത് കണ്ടുപിടിച്ച CPI-ക്കാരല്ലല്ലോ. അതുകൊണ്ട് അത് വിട്. ഇവിടെ ഒരു റിയൽ ലെഫ്റ്റ് ഉണ്ട് എന്നൊരു തോന്നൽ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കിയാൽ ഈ കേരളത്തിലെ ജനങ്ങൾ റിയൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നതിൽ കഴിഞ്ഞ 4 വർഷമായി നിങ്ങൾ പരാജയപ്പെട്ടാൽ ഞങ്ങൾ തിരുത്തും. അതല്ലേ ഞങ്ങളെ അനുഭവങ്ങൾ അതല്ലേ പരാജയപ്പെട്ടാൽ തിരുത്തുമെന്നല്ല, പരാജയമാണ്. ഞാൻ ചോദിക്കട്ടെ, അരുവിക്കര പോലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും മാറിയ ഒരു ഭരണമുണ്ടായിട്ട് നിങ്ങൾ 10,000 വോട്ടിന് അവിടെ തോക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കൂ. 52-ലാണ് 48-ൽ നിരോധിച്ച് 52-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തു വന്നത്. അതൊക്കെ ആ ചരിത്രമാണ്. അന്നത്തെ ജനകീയ സ്വഭാവമോ അന്നത്തെ അതിലേക്ക് തിരിച്ചു വരണം. ഒന്നും ഇന്നിപ്പോ അതിലേക്ക് തിരിച്ചു വരണം. അവിടെയാണ് ആ ജനങ്ങളിലേക്ക് തിരിച്ചു വരിക. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് പാസ്സാക്കിയ പ്രമേയത്തിൽ പറയുന്നത് റീകണക്ട് വിത്ത് പീപ്പിൾ. അതാണ് പറയുന്നത്. ഞങ്ങൾ ഇതൊന്നും കാണാഞ്ഞിട്ടല്ല ഇതൊക്കെ പറയുന്നത്. ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. ജനങ്ങളിലേക്ക് വരിക. നിങ്ങളുടെ യജമാനന്മാർ ജനങ്ങളാണ്, അവരോടൊപ്പം നിൽക്കാൻ തയ്യാറാകുക. അതാണ് എവിടെയാണ് പിഴച്ചത്? ഞങ്ങൾ നേതൃത്വത്തിലാണോ പിഴച്ചതൊക്കെ? അത് നമ്മളിപ്പോൾ ഒരു പരസ്യ സംവാദത്തിൽ ഇപ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചൊരു ഡോക്യുമെൻറ്റിൽ പറഞ്ഞാൽ പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സംവാദത്തിൻ്റെ ആവശ്യമില്ല. നേതൃത്വത്തിൽ പിഴവുണ്ടായിട്ടുണ്ടോ? ഇടതുപക്ഷ പാർട്ടിയുടെ ഒരു പൊതുവായ സമീപനങ്ങളിൽ അങ്ങ് പറഞ്ഞതുപോലെ മുൻകാലത്ത് നിന്ന് വ്യത്യസ്തമായ കുറേ ദിശകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് പാടില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എന്തിനാണ് ഇങ്ങനെ വളച്ചുകെട്ടി പറയുന്നത് ശ്രീകാന്ത് രാജേന്ദ്രൻ? നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഘടകകക്ഷിയെ പോലും കിട്ടില്ല എന്ന് അങ്ങ് തന്നെ തിരുവനന്തപുരത്ത് എക്സിക്യൂട്ടീവിന് ശേഷം വിലയിരുത്തുകയുണ്ടായി. ഇനിയെങ്കിലും കാര്യങ്ങൾ ഞങ്ങളെന്തോ ദുർബലരാണ്, അതുകൊണ്ട് വാതിൽ തുറന്നിട്ട് ആളുകളെ വിളിക്കാൻ കാത്തിരിക്കുകയാണ് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ മണ്ണിൽ ഇപ്പോഴും ശക്തമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ശരിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവും. ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കും. പ്രാഥമികമായ സൂചനകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് തോറ്റു? അങ്ങനെയുണ്ടല്ലോ. സഖാവെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് അങ്ങ് ചേരുന്ന പാർട്ടി കമ്മിറ്റികളിൽ സ്വാഭാവികമായും സഹപ്രവർത്തകരുടെ ചോദ്യം ഉണ്ടാവുമല്ലോ. അങ്ങാണല്ലോ ഇപ്പം CPI വളരെ എളുപ്പമായിട്ടുള്ളൊരു മറുപടി ഉണ്ടല്ലോ, വോട്ടില്ലാത്ത കിട്ടാത്തതുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ പോരെ. എന്നാൽ ഇങ്ങനെയൊരു തോൽവി ഉണ്ടോ സഖാവെ എന്നുള്ളൊരു തിരിച്ചു ചോദ്യം ഉണ്ടാവുമല്ലോ. ആ തിരിച്ചു ചോദ്യം അത് നമ്മൾ പിന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദമായിട്ട് സഖാവിനെ അറിയിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ താത്വികമായ ഒരു അവലോകനമല്ല. ഇത് വളരെ താത്വികം മാത്രമല്ല, പ്രായോഗികവും ഒക്കെ ആയിട്ടുള്ള അവലോകനം ഇതിനകത്ത് ഒരാവശ്യമുണ്ട്. അടുത്തൊരു സാഹചര്യത്തിൽ CPM തീരുമാനിക്കുകയാണ്, മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗമോ
LDF-ലേക്ക് വരട്ടെ എന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും CPI സ്വീകരിക്കാൻ പോകുന്ന സമീപനം? അല്ല, അങ്ങനെ പിന്നെ CPI-ന് ഒറ്റയ്ക്ക് തീരുമാനിക്കാവുന്ന കാര്യമല്ല LDF-ലെ പ്രവേശനം എന്ന് പറയുന്നത്. CPIM-നോ CPI-ക്കോ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് LDF-ൽ ആരെങ്കിലും ചേർക്കാനായിട്ട് തീരുമാനിക്കാൻ സാധ്യമല്ല. ഞങ്ങളെല്ലാം കൂടെ സ്വാഭാവികമായ ഒരു മുന്നണി കൂടിയാലോചനയിൽ മുന്നണിയിൽ അഭിപ്രായ സമന്വയം ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നതിനോട് CPIക്ക് വിയോജിപ്പുണ്ടാവുമോ മുസ്ലിം ലീഗ് വന്നാൽ? മുസ്ലിം ലീഗ് മുന്നണിയിൽ വരുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗം വരുന്നതാണെങ്കിലോ? കേരള കോൺഗ്രസും വരണ്ട എന്നത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ കാനം രാജേന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടറി.